ഏപ്രിൽ 9 വ്യാഴാഴ്ച. പോളിംഗ് ബൂത്തുകൾ ഉണർന്നു. കേരളത്തിൽ ഇന്ന് ജനവിധി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് വൈകുന്നേരം 6 വരെ. 2.70 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോൺ പ്രവേശിപ്പിക്കില്ല. പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരായ വോട്ടിന് നോട്ട് പരാതിയിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. പണം ലഭിച്ചിട്ടില്ലെന്നാണ് വയോധികയുടെ മൊഴി. പോലീസ് ദൃശ്യങ്ങൾ പരിശോധിക്കുകയും കേസ് അന്വേഷിക്കുകയും ചെയ്യുമെന്നും കളക്ടർ. കോട്ടയത്തെ പൂഞ്ഞാറിലും കാസർകോട്ടും വോട്ടിന് നോട്ട് ആരോപണം. പൂഞ്ഞാറിൽ ബിജെപി മണ്ഡലം ഭാരവാഹിയായ മുഹമ്മദ് ഷാജി അരുവിത്തറയിൽ ഒരു വീട്ടിൽ പണം നൽകുന്നതായി ആരോപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും ഇടതുമുന്നണി നേതാക്കൾ പരാതി നൽകി. ഇതേസമയം കാസർഗോഡ് നായന്മാർ മൂലയിൽ UDF സ്ഥാനാർത്ഥി കല്ലഡ്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങൾ വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് LDF ആരോപിച്ചു. സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളായ ഷെരീഫ് കല്ലഡ്ര, അഷ്റഫ് കല്ലഡ്ര എന്നിവരെ LDF പ്രവർത്തകർ തടഞ്ഞു. തൃശൂരിൽ വീണ്ടും ബിജെപിക്കെതിരെ കിറ്റ് വിതരണ ആരോപണം. തൃശൂർ കേച്ചേരിയിലുള്ള ഒരു അച്ചാർ കമ്പനിയിൽ നിന്ന് ഏകദേശം 750 ഭക്ഷ്യക്കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡും പോലീസും ചേർന്ന് പിടികൂടിയത്. ബിജെപി നേതാവിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ശബരിമല യുവതി പ്രവേശന കേസിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് ഏതെങ്കിലും അയ്യപ്പ വിശ്വാസി ഹർജി നൽകിയിട്ടുണ്ടോ എന്ന് ജസ്റ്റിസ് BV നാഗരത്ന. ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ല. വിശ്വാസികളല്ലാത്തവരുടെ ഹർജി കോടതി എന്തിനു കേൾക്കണമെന്നുമാണ് ജസ്റ്റിസ് നാഗരത്നയുടെ ചോദ്യം. ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാനായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി VG അരുണിനെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചു. ശബരിമല ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷനായിരുന്ന റിട്ടയർഡ് ജസ്റ്റിസ് CR ജഗൻ മരിച്ചതിനാലാണ് നിയമനം. ലൈംഗിക അതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് വോട്ട് ചെയ്യാൻ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ഹർജി എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുന്നതിനിടെയാണ് അഭിഭാഷകൻ ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ടത്. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തിന് രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS ആണ് കമ്മീഷൻ ചെയർമാൻ. സിനിമാ താരം G കൃഷ്ണകുമാറിനെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനായി നിയമിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കി. വോട്ടിന് നോട്ട് ആരോപണം തള്ളിയ പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ കോൺഗ്രസ് പ്രവർത്തകർ അശ്ലീലാംഗ്യം കാണിച്ചെന്ന് ആരോപിച്ചു. എന്നാൽ മോശം ആംഗ്യം കാണിച്ചിട്ടില്ലെന്നും പണം നൽകിയത് കൈയോടെ പിടിക്കപ്പെട്ടതോടെ ജാള്യം മറയ്ക്കാൻ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിച്ചു. നേമം മണ്ഡലത്തിൽ ബിജെപി വ്യാപകമായി പണവും മദ്യവും ഒഴുക്കുന്നു എന്ന ആരോപണത്തിൽ പ്രതികരിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശിവൻകുട്ടിക്ക് പരാജയ ഭീതിയുടെ നിരാശയാണെന്നും തെളിവുണ്ടെങ്കിൽ പോലീസിനോട് പറയട്ടെ എന്നുമായിരുന്നു പ്രതികരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെയും പോലീസ് സൈബർ സെല്ലിന്റെയും ഔദ്യോഗിക നിർദ്ദേശപ്രകാരമാണ് വീഡിയോ നിരോധിച്ചതെന്ന് രാഹുൽ ആരോപിച്ചു. വാഹന മോഡിഫിക്കേഷൻ ആകാമെന്ന് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടിയുമായി KB ഗണേഷ് കുമാർ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മോട്ടോർ വാഹന നിയമം എങ്ങനെയാണ് സതീശൻ മാറ്റുന്നതെന്ന് ഗണേഷ് ചോദിച്ചു. ജോസ് കെ മാണിക്കെതിരായ സീറ്റിന് കോഴ നൽകിയെന്ന ആരോപണത്തിൽ മാണി C കാപ്പനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കേരള കോൺഗ്രസ് M. തോൽവി സംബന്ധിച്ച കാപ്പൻ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് M ആരോപിച്ചു. കേരളത്തിൽ രക്തദാന പ്രസ്ഥാനത്തിന് തുടക്കമിട്ട എഴുത്തുകാരനും തൃശൂർ അതിരൂപത മുൻ വികാരി ജനറലുമായ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായിരിക്കെയാണ് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷന് രൂപം നൽകിയത്. വൈക്കത്തെ കർഷക ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് മക്കൾ. 16 ലക്ഷം രൂപ കടമുണ്ടായിരുന്നതിന്റെ സമ്മർദ്ദം പിതാവിനുണ്ടായിരുന്നുവെന്ന് മക്കൾ. കുടുംബത്തെ സന്ദർശിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചു. മരണത്തിനു മുൻപ് ചെല്ലപ്പൻ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് CPI പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തിയ മലയാളി പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പ്രദേശത്തെ 2 കൊക്കകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വിഫലമായി. കേരളത്തിന് പുറമെ ആസാമിലും പുതുച്ചേരിയിലും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആസാമിൽ 126 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. തെരഞ്ഞെടുപ്പിനിടെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി N. മുരുകാനന്ദത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റി. M. സായ്കുമാറിനെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. വിജിലൻസ് മേധാവിയെയും മാറ്റിയിട്ടുണ്ട്. DMK അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തന്റെ വിവാഹമോചന ഹർജിക്ക് പിന്നിൽ DMK ഗൂഢാലോചനയാണെന്ന പരോക്ഷ ആരോപണവുമായി തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. തിരുനെൽവേലിയിൽ നടന്ന കൂറ്റൻ റാലിയിൽ സംസാരിക്കവെയാണ് തമിഴ്നാട് സർക്കാരിനും DMKയ്ക്കുമെതിരെ വിജയ് ആരോപണം ഉന്നയിച്ചത്. മുംബൈ അഹമ്മദാബാദ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ പാറ്റയെന്ന് പരാതി. കരാറുകാരായ RK ഗ്രൂപ്പിന് കീഴിലുള്ള വൃന്ദാവൻ ഫ്രൂട്ട് പ്രോഡക്ട്സിന് ഇന്ത്യൻ റെയിൽവേ 10 ലക്ഷം രൂപ പിഴ ചുമത്തി. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം ഇറാനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഇറാനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പാകിസ്ഥാനിലേക്ക്. ശനിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ച തന്നെ ഇസ്ലാമാബാദിലെത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ലെബനനിലെ 100ഓളം ഇടങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങൾ, തെക്കൻ ലെബനൻ, കിഴക്കൻ ബെക്ക താഴ്വര എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. വെറും 10 മിനിറ്റിനുള്ളിൽ ഹിസ്ബുള്ളയുടെ 100-ലധികം കമാൻഡ് സെന്ററുകളും സൈനിക കേന്ദ്രങ്ങളും തകർത്തു. വെടിനിർത്തൽ ലെബനന് ബാധകമല്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. വെടിനിർത്തലിന് ശേഷവും ആക്രമണവുമായി ഇറാൻ. സൌദി, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. സൌദിയിലെ കിഴക്കു പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈനിന് നേരെയും ആക്രമണമുണ്ടായി. ലെബനനിലേക്ക് ആക്രമണമുണ്ടായാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ. ഇസ്രയേലിന് നേരെ ആക്രമണത്തിന് സജ്ജമാണെന്നും ഇറാൻ. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപനമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഒപ്പം ഇപ്പോഴത്തെ വെടിനിർത്തൽ ഖമേനിയുടെ രക്തത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ 10 നിർദ്ദേശങ്ങളിൽ 3 ലംഘിച്ചെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്. ഹോർമുസ് കടലിടുക്ക് അടച്ചെന്നും വെടിനിർത്തലും തുടർ ചർച്ചകളും അനിശ്ചിതത്വത്തിലായെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനനിലെ ആക്രമണം, ഇറാനിലേക്ക് ഡ്രോൺ പറത്തൽ, യുറേനിയം വിഷയത്തിലുള്ള തർക്കം എന്നീ 3 വിഷയങ്ങളാണ് ഇറാൻ ഇപ്പോൾ തർക്ക വിഷയമാക്കുന്നത്. വിജയത്തിനരികിലെത്തിയ ഡൽഹി ക്യാപിറ്റൽസിനെ അവിശ്വസനീയമായ വിധത്തിൽ 1 റണ്ണിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. KL രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിയും ഡേവിഡ് മില്ലറുടെ അവിശ്വസനീയ ഫിനിഷിംഗും ഉണ്ടായിട്ടും 211 റൺസിന്റെ വിജയലക്ഷ്യം നേടാൻ ഡൽഹിക്ക് സാധിച്ചില്ല. സ്കോർ: ഗുജറാത്ത് ടൈറ്റൻസ് 20 ഓവറിൽ 4-ന് 210, ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 8-ന്